ചെയ്യുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ സമയം ദൈവം നമുക്ക് ഒരിക്കലും ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ പെട്ടെന്ന് തൻ്റെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഇതിൽ അന്തരീക്ഷം ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ദൈവത്തിൻ്റെ സമയത്ത് ദൈവമെല്ലാം ഭംഗിയായി ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ വർഷങ്ങളിലുണ്ടായ ജീവിതലൈനിനെക്കുറിച്ച് പലരും സാക്ഷി പറയുകയുണ്ടായല്ലോ. ചെറിയ പ്രായത്തിലുണ്ടായ അനുഭവങ്ങളും വളർന്നു വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊക്കെ വളരെ മഹത്വമായിട്ടുള്ള അനുഭവമായിരുന്നു കേൾക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് എനിക്ക് തന്നെക്കുറിച്ച് പറയുവാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. എറണാകുളം കൺവെൻഷൻ സമയത്ത് താൻ അവിടെ ആയിരിക്കുമ്പോൾ ഞാൻ മാസ്റ്റർ ബേസിലിക്കാനോട് പറഞ്ഞു, മാസിയുടെ ഒരു ബോർഡ് മെമ്പറായിട്ട് തന്നെ ഇവിടെ എടുത്താൽ കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു. അത് നല്ല കാര്യമാണ്. സാമ്പൂട്ടി ഭാഷ വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചുകൊണ്ട് പോയിട്ട് എറണാകുളത്ത് വെച്ചാണ് തന്നെ പുതിയൊരു അഭിഷേകത്താൽ ശുശ്രൂഷ ഏൽപ്പിച്ചത്. ഞങ്ങൾ ബോർഡ് മീറ്റിങ്ങിലിരിക്കുമ്പോൾ ലേഖനങ്ങളൊക്കെ വായിക്കും. അതിൽ വായിക്കുമ്പോൾ കറക്റ്റ് ചെയ്തിട്ട് പല കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട്. ഒത്തിരി ലേഖനങ്ങൾ പല തെറ്റുകളും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും. ഞങ്ങൾ സഹോദരങ്ങൾ മാറി 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 വായിക്കാറുണ്ട്. വായിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് അതിനെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തിയെടുക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു താൻ. ഞങ്ങൾ വായിച്ചു പോകുമ്പോൾ വളരെ എന്തെങ്കിലും ചെറിയ അല്പം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇന്നതുപോലെ ഉണ്ടല്ലോ എന്ന് പറയും. അങ്ങനെ എല്ലാവരും അത് ഓരോ കാര്യങ്ങൾ പറയും. ലേഖനങ്ങൾ എഴുതി മാസിക പ്രവർത്തനത്തിന് വേണ്ടി സഹായിക്കുന്ന വിഷയത്തിലൊക്കെ താനൊരു ശ്രേഷ്ഠനായിരുന്നു. പ്രത്യേകിച്ച് കൊട്ടാരക്കര സെൻറ്ററിൽ പ്രധാനപ്പെട്ട കൺവെൻഷൻ കൂട്ടങ്ങൾ നടക്കുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട സഭകളിൽ ഇരിക്കുന്ന ശുശ്രൂഷകരും അവിടുത്തെ ജനങ്ങൾ പറയും, ഈ വർഷം ഞങ്ങൾക്ക് സാമ്പൂട്ടി പാസ്റ്ററെ കിട്ടിയാൽ നന്നായിരിക്കും. ഒരു വലിയ പ്രാസംഗികന്മാരും ഒക്കെ വന്ന് സംസാരിച്ച മീറ്റിംഗ് നടത്തിയായ പല ഇടങ്ങളിൽ സാമ്പൂട്ടി പാസ്റ്ററെ അശാന്തമായിട്ടുള്ള ആ ശുശ്രൂഷ, ഒരു വചനം വായിച്ചാൽ താൻ ശാന്തമായി നിന്ന് ആ കാര്യങ്ങളൊക്കെയും അവതരിപ്പിച്ചിട്ട് പ്രസംഗത്തിനിടയിൽ ഒരു 4-5 പാട്ടെങ്കിലും പാടും. അത് വലിയ അർത്ഥമായിട്ടുള്ള പാട്ടുകളാണ്. അങ്ങനെ വളരെ ഉത്സാഹം ജനത്തിന് കൊടുത്ത് ശാന്തമായി കൊണ്ടുവന്ന അവസാനത്തിൽ ഒരു തീയായിട്ടങ്ങ് മാറും. വളരെ എല്ലാവരെയും ആത്മാവിൽ നിറച്ച് വളരെ കൃപ വർദ്ധിക്കത്തക്ക നിലയിലുള്ള അനുഭവങ്ങൾ പ്രിയപ്പെട്ട സ്മാരക ശുശ്രൂഷയിലുണ്ടായിരുന്നുവെന്ന് നമുക്ക് എടുത്തു പറയുവാനുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നല്ല പാട്ടുകൾ പാടി പാട്ടുകൾ എഴുതുന്ന നല്ല മനുഷ്യനായിരുന്നു. പ്രത്യേകിച്ച് പറഞ്ഞല്ലോ, ഗുഡ് ന്യൂസിൻ്റെ മാസികയിൽ പ്രവർത്തനം ചെയ്യുന്ന നമ്മുടെ സഹോദരന് ബാംഗ്ലൂര് സംസാരിച്ച സമയത്ത് സാജി പാസ്റ്റർ ഞങ്ങൾ വന്ന സമയത്ത് സംസാരിച്ചിട്ട് പറഞ്ഞു, ഫോട്ടോയുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഫോട്ടോ നേരത്തെ തന്നിരിക്കുകയാണ്, ഞാൻ മരിക്കുമ്പോൾ ഈ ഫോട്ടോ ഇട്ടാൽ മതിയെന്ന്. അപ്പോൾ സാധാരണ ഒരു 50 വയസ്സ് ആയിട്ടുള്ള വ്യക്തി ഒരിക്കലും ഇപ്പോഴൊരു മരണം നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഹൃദയത്തിൽ വളരെ ആഗ്രഹമുണ്ടായിരുന്നു, വിട്ടുപിരിഞ്ഞ് കർത്താവിന് കൂടിയിരിക്കണം, മതി ഇത്ര കാലഘട്ടം ശുശ്രൂഷയായി ചെയ്തല്ലോ. പടിനിയമ കാലത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ 50 വയസ്സിന് ശേഷമാണ്, 50 വയസ്സിന് ശേഷം പിന്നെ അവർക്ക് ശുശ്രൂഷയില്ല, അവർ റെസ്റ്റ് എടുക്കണമെന്നായിരുന്നു ലേവ്യർ കൊടുത്ത പ്രമാണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ ചിന്തിച്ചു, 50 വർഷത്തിന് ശേഷം വീണ്ടും അനവധി കാര്യങ്ങൾ തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും. ഒരു ശ്രേഷ്ഠ വേലക്കാരനായിട്ട്, നല്ലൊരു സന്ദർഭാസായിട്ട്, അതിൻ്റെ കർത്താവിനിയായിട്ട് വളരെ വേലയിൽ പ്രകാശിക്കുന്ന വ്യക്തിയായിട്ട് മാറും എന്ന് ഞാൻ വളരെ പ്രതീക്ഷയും ചിന്തയുണ്ടായിരുന്നു. കോഴിക്കോട്ട് വെച്ച് എന്നെ വിളിച്ചു. 50 വയസ്സ് തികഞ്ഞ ദിവസം എന്നെ വിളിച്ചു. ഞാൻ സാധാരണ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ അല്ലെങ്കിൽ എത്ര വയസ്സായെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറില്ല. അതുകൊണ്ട് ഇന്ന് എനിക്ക് 50 വയസ്സ് തികഞ്ഞിരിക്കുന്നു, ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷമാണ് തനിക്കൊരു ശാരീരികമായിട്ടുള്ള കഷ്ടത ഉണ്ടായത്. ഇതിനു മുൻപായിട്ട് ഒരാഴ്ചയോളം പാട്ടുകൾ റെക്കോർഡ് ചെയ്യുവാനും പുതിയ പാട്ടുകൾ ക്രമീകരിക്കുവാൻ വേണ്ടി സന്നിപാസ്റ്റർ സഹായിക്കാനായിട്ട് അവിടെ എറണാകുളത്തുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആത്മീയ കാര്യങ്ങളിൽ വളരെ ഉത്സാഹത്തോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നായ
ഒരു വ്യക്തിയാണ് സാവുണ്ണി പാസ്റ്റർ. താൻ ഒരു ജ്ഞാനിയാണ്, ഒരു വിവേകമുള്ള വ്യക്തിയാണ്, മറ്റുള്ളവർ വിവേകിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. ഏത് പ്രശ്നങ്ങളുമായിട്ട് ജനങ്ങൾ വന്നാലും അവിടേതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തക്കുന്നതിനുള്ള ആലോചന കൊടുക്കാൻ തൻ്റെ പക്കലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം നോക്കിയാലും മറ്റുള്ളവർക്കൊരു നല്ലൊരു പിതാവായിട്ട്, ഒരു മാതാവിൻ്റെ സ്ഥാനത്ത് മാതാവായിട്ടും വഹിക്കുന്നവനും ക്ഷമിക്കുന്നവനും സ്നേഹിക്കുന്നവനും ആദരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ സൗമ്യത, തൻ്റെ സഹിഷ്ണുത വളരെ പ്രശംസനീയമാണ്. ലളിതമായിട്ടൊരു ജീവിതമാണ്. തൻ്റെ മുഖത്ത് ഇപ്പം തന്നെ മരിച്ചു കിടക്കുമ്പോൾ ഒരു ശാന്ത മുഖത്തോട് കിടക്കുന്നു. ജീവിച്ചപ്പോഴും അതേ മുഖം തന്നെയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രാകൃതമായ സ്വഭാവങ്ങൾ ഒന്നുമില്ലായിരുന്നു. നല്ല ഒരു ആത്മീയമായ നിലനിർത്തിക്കൂടെ താഴ്മയിൽ ജീവിച്ചതായ ഒരു വ്യക്തിയാണ് സാവുണ്ണി പാസ്റ്റർ. എടുത്തെടുത്ത് പറയത്തക്കുന്നതായ അനവധി കാര്യങ്ങളുണ്ട്. താനൊരു ഉണർവുകാരനായിരുന്നു. യൗവനക്കാരുടെ മീറ്റിംഗ് നടത്തുമ്പോൾ കൊട്ടാരക്കരയിൽ ഒറ്റ നടത്താൻ വരും സമയത്ത് വളരെ കുഞ്ഞുങ്ങൾക്ക് പ്രോത്സാഹനം കൊടുത്ത് അവരെ നല്ല ആത്മീയ നിലയിൽ ഉണർത്തിക്കൊണ്ടുവരുന്നതായ ഒരു വ്യക്തിയായിരുന്നു പാസ്റ്റർ. ഏത് നിലയിൽ നോക്കിയാലും അങ്ങനെ ഒരു ശാന്ത സ്വഭാവങ്ങളും ഒരു വിശുദ്ധിയുടെ അനുഭവമുള്ള ആത്മാവുള്ള ഒരു വ്യക്തിയായിരുന്നു സാവുണ്ണി പാസ്റ്റർ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ജ്യേഷ്ഠനീയന്മാരാണെങ്കിൽ തന്നെയും തന്നെ ഒരു വളരെ 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 ഞാൻ തന്നെ ബഹുമാനിക്കുമായിരുന്നു. താൻ എന്നെയും വളരെ ബഹുമാനത്തോടുകൂടെ സംസാരിക്കുന്ന വിഷയത്തിലായാലും ഇടപെടുന്ന വിഷയത്തിലായാലും വളരെ എത്ര വിശേഷിക്കപ്പെട്ടതായ സ്വഭാവം. വിശ്വാസികളായ ദൈവമക്കൾ പറയാറുണ്ട്, ഇതുപോലുള്ള ശ്രേഷ്ഠരായ വേലക്കാരാക്കി എല്ലാവരെയും തീർക്കണമേ എന്ന് വിശ്വാസികൾ പറയും. ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം? തൻ്റെതായ സൗമ്യതയുടെ വാക്ക്. ആരെങ്കിലും കോപിച്ചു ചാട്ടിപ്പെട്ട് വന്നാൽ തൻ്റെ ശാന്ത സ്വഭാവം അവൻ്റെ കോപമില്ലാതാക്കി തീർക്കും. മറ്റു പലരും പറഞ്ഞ് സാക്ഷി പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വീട് പണിയുന്ന വിഷയത്തിലും ആരാധനയോട് പണിയുന്ന വിഷയത്തിലും അല്ലെങ്കിൽ മറ്റുള്ള ആത്മീയമായിട്ടുള്ള നിലനിർത്തിക്കൂടെയും ഭൗമിക കാര്യങ്ങളിലും ഉത്സാഹത്തോട് പ്രവർത്തിച്ചായ ഒരു വ്യക്തിയാണ് സാവുണ്ണി പാസ്റ്റർ. പ്രത്യേകിച്ച് ആലുവായിൽ ആ വിശ്വാസ വീട് പണിയുമ്പോൾ പല എതിർപ്പുകളും അവിടെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കാര്യം സംഭവിച്ച കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. തൊട്ടടുത്ത അയൽവാസികൾക്കൊക്കെ അവിടെ ആരെയും വെക്കുന്ന വിഷയത്തിൽ വളരെ എതിർപ്പായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു. എപ്പോഴും കംപ്ലൈൻറ്റ് മറ്റുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. താൻ ചെയ്ത കാര്യം എന്തായാമോ, അന്ന് ആ കാലഘട്ടത്തിലാണ് സുനാമി ഉണ്ടായിട്ട് ആ വിശ്വാസ വീടിന് താഴെയുള്ള വീടുകളെല്ലാം 2ാം നില വരെ വെള്ളം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ അവിടെ ഈ നിറഞ്ഞ വീടുകളെല്ലാം ഈ നമ്മുടെ വേലയ്ക്കും നമ്മുടെ വിശുദ്ധന്മാർക്കും പ്രവർത്തനത്തിനൊക്കെ എതിരായിട്ടുള്ള വീടുകളാണ്. താൻ ചെയ്തെന്തറിയാമോ? ആരുമായിട്ട് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പോയിട്ട് നമുക്കെന്ത് ചെയ്യാം, ആ ഭവനങ്ങളിൽ പോകാമെന്ന് പറഞ്ഞ് അവിടെ ഭവനങ്ങളിലെല്ലാം പോയിട്ട് വീട് കയറിയായ ചെളിയും ചേരും എല്ലാം തൂത്ത് കഴുകി ശുദ്ധമാക്കി വെടിപ്പാക്കി പമ്പ് വെച്ച് എല്ലാം അടിച്ച് റെഡിയാക്കി ആ വീടുകളെല്ലാം ശുദ്ധമായി കൊടുത്തപ്പോൾ ശത്രു മിത്രമായിട്ട് മാറി. പിന്നെ സാവുണ്ണി പാസ്റ്റർ കാണാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, നന്മയാൽ തിന്മയും ജയിച്ചു. തൻ്റെ പ്രവൃത്തി അങ്ങനെയായിരുന്നു. വളരെ ആ കാര്യം നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇതുപോലുള്ള വിശേഷിക്കപ്പെട്ടതായിരിക്കുന്ന സ്വഭാവങ്ങൾ എന്ത് ചെയ്തു തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. പറയാത്ത സമയം അധികം എടുക്കുന്നില്ല. ഒരു നമുക്കറിയാവുന്ന ഒരു വേദവാക്യം വായിക്കാം. യോഹന്നാൻ 12:26 വാക്യം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനുമേക്കും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ദൈവത്തിന് സ്തോത്രം. പിതാവിനാൽ മാനിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷ, പിതാവിനാൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷ ചെയ്യുവാൻ തക്കോണം ദൈവം തന്നെ മകനെ തിരഞ്ഞെടുത്തതിൽ ദൈവത്തെ സ്തുതിക്കുക. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരിരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്തവനെ പിതാവ് മാനിക്കും. എല്ലാവരും ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിലും ദൈവമക്കളെ വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു അനുഭവം പറയുന്നത് നമുക്ക് അത് എല്ലാവരിലും കാണാൻ കഴിയുന്നില്ല. ഒരുപാട് ശുശ്രൂഷകര് ഈ ലോകത്തിൽ ഉണ്ട്. പല ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. മറ്റൊരു ബന്ധക്കോസിലെ പാസ്റ്ററെ എവിടെയാണ് സംസാരിച്ചപ്പോൾ താൻ തന്നെ എടുത്തു പറയുന്നൊരു വാക്ക് ഇപ്രകാരമായിരുന്നു. നമ്മുടെ വിശ്വാസിയായിട്ടുള്ള സഹോദരനോട് പറയാണ്, TPMലെ വേലയെ പോലെ ഒരു വേല ഇന്ന് എങ്ങുമില്ല. പക്ഷെ ഞാൻ മറ്റൊരു ബന്ധക്കോസ് സഭയിലെ ശുശ്രൂഷകനാണ് എങ്കിലും
ഞങ്ങൾ അതെടുത്ത് പറയാറില്ല എങ്കിലും മനസ്സിൽ ഞങ്ങൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. TPMലെ ശുശ്രൂഷകർ എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ ശുശ്രൂഷകരാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവര് വീടിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്വന്തക്കാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ഒന്നും സമ്പാദിക്കാതെ ആത്മാക്കൾ എന്നുള്ള മാത്രം ചിന്തിച്ചുകൊണ്ട് മുഴുവൻ സമയവും ദൈവത്തിന് വേദിക്ക് വേണ്ടി ജനത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന പാടുപെടുന്ന ഒരു ശ്രേഷ്ഠരായിട്ടുള്ള ശുശ്രൂഷകരാണ് TPMലെ ശുശ്രൂഷകരെന്ന് മറ്റുള്ളവർ പറയുന്ന വാക്ക് കേട്ടിട്ട് വിശ്വാസികൾ എന്നോട് പറയാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും അറിയാം ഇതൊരു മഹത്വമായിട്ടുള്ള ശുശ്രൂഷയാണ് മക്കളെ. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൂതന്മാരെ പോലും കുനിഞ്ഞു നോക്കുന്ന ഒരു ശുശ്രൂഷയാണ്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നത്? എന്താണ് കർത്താവിന്റെ ശുശ്രൂഷ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് നമുക്ക് കാണിച്ചിരിക്കുന്ന മാതൃക പ്രകാരം നമുക്ക് ചെയ്യണം, ശുശ്രൂഷ ചെയ്യുവാൻ കഴിയണം. ശ്രേഷ്ഠ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് ഒരു പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷയാണ് എന്ന് പറയുമ്പോൾ മെൽക്കിസേദെക്കിന്റെ ക്രമത്തിലുള്ള ശുശ്രൂഷ. ഇവിടെ സാമുട്ടി പാസ്റ്ററെ കുറിച്ച് പലരും പറഞ്ഞു, എന്താണ് വീടുമായിട്ട് യാതൊരു ബന്ധമില്ല, വീട്ടുകാരെ കണ്ടാൽ തന്നെയും എന്താണ് ശരി സ്തോത്രം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരവസ്ഥയാണ്. വീടുമായിട്ടുള്ള ബന്ധമോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടി കരുതുക അല്ലെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടി സഹായിക്കുക, വീട്ടുകാരുമായിട്ടുള്ള ബന്ധം പുലർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതല്ല ദൈവമക്കളെ ആഗ്രഹിച്ചത്. അവസാനത്തിൽ ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, തന്റെ അന്ത്യസമയത്ത് ഞാൻ വിശ്രമിക്കാൻ പോവുകയാണ്, നിങ്ങളൊന്ന് പുറത്തോട്ട് മാറിയിരുന്നാട്ട്. ആ വിശ്രമം പോയത് എവിടേക്കാണ്? നിത്യത്തിലേക്ക് വിശ്രമത്തിൽ പോയി. അടുത്ത സെക്കൻഡിൽ തന്നെ മരണമായി. ആ സമയത്ത് സ്വന്തക്കാരായിട്ട് ആരും ഇവിടെ വേണം എന്ന് ആഗ്രഹിച്ചില്ല. വിശുദ്ധന്മാരുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥന അനുഭവത്തിൽ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നല്ല ഒരു അന്ത്യം. ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, ഈ നമ്മുടെ പാടിയതായ 5ാമത്തെ പാട്ട്, അതുപോലെ തന്നെ എറണാകുളം കൺവെൻഷനിൽ ആയിരിക്കുന്ന 5ാമത്തെ പാട്ടും 8ാമത്തെ പാട്ടും, 2 പാട്ടും 1919 താൻ എഴുതിയ പാട്ടാണ്. ആ 2 പാട്ടും പാടിയാൽ അവസാനത്തെ ഒരു പാട്ടാണ് എന്ന് പറഞ്ഞാൽ തന്റെ ജീവിത ശുശ്രൂഷയുടെ അവസാനത്തെയാണ്. ഇനി ഞാൻ നിത്യതയിൽ കർത്താവിനോട് കൂടെ വസിക്കാൻ സമയം അടുത്തിരിക്കുകയാണ്. ആ ഒരുക്കമുള്ള ഒരു പാട്ടാണ് നമ്മൾ 5ാം പാട്ട് പാടിയത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, തന്റെ സമയത്തെക്കുറിച്ച് അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് നിശ്ചയമുള്ളത് കൊണ്ടാണ് ഈ 50ാമത്തെ വയസ്സ് ആകാത്തായ ആ പ്രിയപ്പെട്ട മകന് ഒരു ഫോട്ടോ കൊടുത്ത് ഞാൻ മരിക്കുമ്പോൾ ഈ ഫോട്ടോ അങ്ങ് എടുത്തേക്കാണ്, എല്ലാവരും അറിഞ്ഞോട്ടെ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്. കൊട്ടാരിക്കൽ സെന്ററിന്റെ ലോക്കലില് പുയപ്പടി സ്ഥലത്ത് കൊച്ചുസാർ എന്ന് പറയുന്നതായ നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട അപ്പച്ചനുണ്ടായിരുന്നു. താന് മരിക്കുന്നതിന് മുൻപായിട്ട് ഇപ്രകാരം തന്നെ ശുശ്രൂഷിച്ചതായ പുത്തൂർ സബേരുട്ടി എന്ന് പറയുന്നതായ സഹോദരനോട് പറഞ്ഞു, നാളെ 12 മണിക്ക് ഞാൻ മരിക്കും, നിങ്ങൾ ആരും പോകരുത്. സ്വന്തക്കാരും ചാർച്ചക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പറഞ്ഞു, നിങ്ങൾ ആരും പോകരുത്, ഇവിടെ ഇരിക്കണം, ഞാൻ നാളെ 12 മണിക്ക് മരിക്കും. സെൻട്രൽ ഫേസ്ബുക്കിൽ അറിയിച്ചിട്ട് അവര് ആരും അത്ര യോജിച്ചില്ല, അവരാരും വന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സംഭവിച്ചെന്താ അറിയാമോ? തന്റെ കയ്യിലുണ്ടായിരുന്ന എമൗണ്ടുകളൊക്കെ ഇത് ചെയ്തു. സബ്യൂട്ടി പാസ്റ്ററോട് തന്നെ പറയും, എല്ലാം ഡിവൈഡ് ചെയ്ത് കവറിലാക്കി സെൻട്രൽ പാസ്റ്റർക്ക്, അസിസ്റ്റന്റ് പാസ്റ്റർക്ക്, സെൻട്രൽ മദറിന്, മറ്റുള്ള വ്യക്തികൾക്ക്, പിന്നെ മരിക്കുമ്പോഴുള്ളായ പിന്നെ ചെലവിലുള്ള കാര്യങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വെപ്പിച്ചു. എല്ലാം ലാസ്റ്റ് സമയത്ത് പറഞ്ഞൊരു പെട്ടിയോട് മേടിച്ചു വെക്കാൻ പറഞ്ഞു. അത് ഞാൻ ചെയ്തെന്ന് പറഞ്ഞു. മരിച്ചു കഴിയുമ്പോൾ ഞാൻ ചെയ്തോളാം, മാന്യമായിട്ടൊരു നല്ലൊരു പെട്ടി ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു. ഇവരെല്ലാം ക്രമീകരിച്ചു. പച്ചക്കറി സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും വാങ്ങിവെച്ചു, അരി സാധനങ്ങൾ വാങ്ങിവെച്ചു. എല്ലാം കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസമായി. ദൈവത്തിന് സ്തോത്രം. ഈ മക്കളെ 12 മുൻപായിട്ട് ദാനം ചെയ്തു. താൻ തന്നെ കുളിച്ചു, വസ്ത്രം മാറി, പെട്ടി നല്ല വസ്ത്രം എടുത്ത് കൊടുത്തു. കൊച്ചുസാർ എന്നാണ് തന്നെ പറയുന്നത്. പിന്നെ നടന്നു പോകുമ്പോൾ പോകും. ദുഷ്ടങ്ങളായി മനുഷ്യർ തന്നെ കണ്ടാൽ ഒരു നല്ല ഒരു പവിഴം പോലെ ഇരിക്കുന്ന നല്ല കാണാൻ സൗന്ദര്യമുള്ള ഒരു വ്യക്തി. അകത്തും അത് തന്നെയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം 12 മുൻപായിട്ട് 2 മിനിറ്റ് ഉള്ളപ്പോൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ഒരു പാട്ട് എല്ലാവരും പാടി, എല്ലാവരും ആത്മാവിലങ്ങ് നിറഞ്ഞു. 12 ക്ലോക്ക് അടിച്ചപ്പോൾ ദൈവത്തിന് ചേർക്കപ്പെട്ടു. അതറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? കുഞ്ഞന്മാരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പുയ്യപ്പിടി നടന്ന സംഭവമാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര അത്ഭുതമായിട്ടുള്ളൊരു മരണമാണ്. നാളെ 12 മണിക്ക് മരിക്കും. അതാണ് ദൈവമക്കളെ മരണത്തെക്കുറിച്ചൊരു നിശ്ചയം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതാണ് ഈ പ്രിയപ്പെട്ട സാമുട്ടി പാസ്റ്ററുടെ ജീവിതത്തിലും ഒരു മരണത്തിന് നിശ്ചയം ഉണ്ടായിരുന്നു. ഞാൻ മരിക്കും, എന്റെ കർത്താവിന്. അതുകൊണ്ടാണല്ലോ ഫ്ലൈറ്റ് വന്ന് ചെയ്തു, തന്നെയോടെ കയറ്റിക്കൊണ്ട് ചെയ്തു. ഫ്ലൈറ്റ് എല്ലാം നിറച്ചു, ആള് നിറച്ചു പോയി. ആളുകൾ നിറച്ചപ്പോൾ
വന്നിട്ട് തിരിച്ചു വന്ന് തന്നെ അങ്ങനെ സാർ പറഞ്ഞത് ദർശനം കണ്ടത്, തിരിച്ചു വന്നിട്ട് ആ ഫ്ലൈറ്റിനകത്ത് എന്ത് ചെയ്തു, തന്നെയോടെ കെട്ടിവിടാൻ പോയി. ദൈവത്തിന് സ്തോത്രം. എവിടാ പോയിരിക്കുന്നത്? സ്വർഗ്ഗ സിയോനിലേക്ക്. ഹല്ലേലൂയാ. ദൈവമക്കളെ, ദൈവത്തെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അതുകൊണ്ട് വായിക്കുന്നത്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരിരിക്കും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ശുശ്രൂഷക്കാര്, അതിന്റെ യോഹന്നാൻ 12:24 വായിച്ചാട്ട്, ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗോതമ്പ് മണി പോലെ ദൈവമക്കളെ നിലത്ത് വീണ് അവർ മരിച്ചു. അതിന്റെ ഫലമാണ് ഞാനും നിങ്ങളും. ഇതുപോലെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകരായിരിക്കുന്ന ദൈവമക്കളുടെ ശുശ്രൂഷകരും നിശ്ചയമായും ദൈവമക്കളെ, ഞങ്ങൾ ഈ സാമൂഹ്യ പാസ്റ്റർ ഒരു ഗോതമ്പ് മണി പോലെ നിലച്ച് വീണ് കർത്താവിന്റെ മാർഗത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, ആദർശത്തിന് വേണ്ടി, ദൈവ പ്രമാണത്തിന് വേണ്ടി ദൈവമക്കളെ വീണ് ചെയ്തു മരിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ വേലയിൽ അനേക ആത്മാക്കൾ ഇത് മുഖാന്തരം എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ ശുശ്രൂഷയിൽ എത്ര ആത്മാക്കളെ ലഭിച്ചു, തന്റെ ശുശ്രൂഷയുടെ എത്ര ആത്മാക്കളെ ക്രിസ്തുവിനെ നിത്യത്തിലേക്ക് കൊണ്ട് എത്തിക്കുവാൻ കഴിഞ്ഞു. തന്റെ ശുശ്രൂഷയിൽ അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരെ ദൈവം പരമേൽപ്പിക്കുമ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും, കൊലോസ്യ ലേഖനം 1:18, ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുന്ന സുവിശേഷം. അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് തികവിന്റെ ശുശ്രൂഷ. മക്കളെ, അത് പൂർണ്ണതയുടെ ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവിന്റെ ശുശ്രൂഷകര് പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കും, പ്രത്യേകിച്ച് സാമൂഹ്യ ഭാഷ പ്രസംഗിക്കുന്ന ആ വേളയിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. അവസാന ഘട്ടത്തിൽ സ്വർഗ്ഗ സിയോൻ, പുതിയ യെരൂശലേം, സ്വർഗ്ഗ സിയോൻ എന്നുള്ള ആ ഉപദേശത്തിൽ കൊണ്ടുപോയി നിർത്തും. പാസ്റ്റർ ഡോൺ ഞങ്ങൾക്ക് മദ്രാസിൽ വെച്ച് രോഗശാന്തിയുടെ ശുശ്രൂഷയ്ക്ക് മുൻപായിട്ട് രോഗശാന്തികൾക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞാനും ആ കൂട്ടത്തിലുള്ള വ്യക്തിയായിരുന്നു. എന്നെ കൂടെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ലിസ്റ്റിലുള്ളതാണ്. അതിൽ നമ്മുടെ പ്രാർത്ഥന നടത്തുന്നത് പാസ്റ്റർ ഡോൺ ആയിരുന്നു. താൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ദൈവത്തിന്റെ സ്തോത്രം, ഒരുവൻ ശുശ്രൂഷിക്കുമ്പോൾ മാനസാന്തരം കൊണ്ട്, സ്നാനം കൊണ്ടും അഭിഷേകം കൊണ്ടും നിൽക്കരുത്. മനുഷ്യന്റെ തികവിലേക്ക് നയിക്കുന്ന സുവിശേഷം അറിയിക്കണം. പ്രത്യേകിച്ച് രോഗശാന്തിയുടെ ശുശ്രൂഷ ചെയ്യാതെ പ്രസംഗം അവസാനിക്കാൻ പാടില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാനും അത് മിക്കവാറും ചെയ്ത് പാലിക്കാറുണ്ട്. ദൈവമക്കളെ, ഒരു ശുശ്രൂഷയുടെ ഒടുവിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിക്കണം. തികവിന്റെ സുവിശേഷം അറിയിക്കണം. ദൈവമക്കളെ, ഒരു വിടുതലിന്റെ സുവിശേഷം മാത്രം അറിയിച്ചു നിർത്തുകയല്ല, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുന്ന സുവിശേഷം എന്ന് പറയുമ്പോൾ പരിപൂർണതയിൽ കൊണ്ടെത്തിക്കുന്ന അനുഭവം. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവമക്കളെ നല്ല അനുഭവം പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ തികവ് പ്രാപിക്കുന്ന ദൈവമക്കൾ ജയം കൊണ്ട വിശുദ്ധന്മാരാണ്. ആ തികവ് പ്രാപിച്ചവർക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സിംഹാസനമാണ് ദൈവമക്കളെ സ്വർഗ്ഗ സിംഹാസനം, അല്ലെങ്കിൽ സ്വർഗ്ഗ സിയോൻ. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ പ്രസവിക്കായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എന്ത് ചെയ്തു? പെട്ടെന്നെടുക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മാർഗപ്രകാരം ജീവിക്കുന്ന, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന, ദൈവേഷ്ടപ്രകാരം ജീവിക്കുന്ന, കർത്താവിന്റെ ഹിതപ്രകാരം ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് മാതൃകാപരമായ ജീവിതം ചെയ്ത് കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലുള്ള പരിശുദ്ധ ജീവിതം, വിശുദ്ധ ജീവിതം ചെയ്തുകൊണ്ട്, വേറുപാട് പാലിച്ചുകൊണ്ട് ഇന്ന് പലരും ഒരു വ്യക്തി പോലുമില്ലാതെ, ദൈവത്തിന് സ്തോത്രം. ജേക്കബ് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. സാമൂഹ്യ ഭാഷയെ പോലെ ഒരാള് ഇല്ല ഇനി. എന്താ അങ്ങനെ? താൻ മാത്രമേ ഉള്ളൂ. ആ വാക്ക് ഞാൻ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞ അർത്ഥം വെറുതെ ഒരു മോഹനം വയ്ക്കുമ്പോൾ വെറുതെ ഒരു വാക്ക് പറഞ്ഞു വിടുകയല്ല. തന്റെ സ്വഭാവത്തോട് ചേർന്നാ പറഞ്ഞത്. തന്റെ പ്രവൃത്തി അങ്ങനെയായിരുന്നു, തന്റെ ഇടപാടുകൾ അങ്ങനെയായിരുന്നു, തന്റെ താഴ്മ അങ്ങനെയായിരുന്നു, തന്റെ മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന അനുഭവം അതായിരുന്നു. സണ്ണിപാസ്റ്റർ ഞാൻ സംസാരിച്ചു. സണ്ണിപാസ്റ്റർ പൊട്ടി രാത്രി അർദ്ധരാത്രിയിൽ 2 മണിയായപ്പോൾ, 1:30 ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് ഒരു മണിയായപ്പോൾ എന്നെ വിളിച്ചു ഭയങ്കര കരച്ച് നിലവിളിയായിരുന്നു. താൻ പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, ഇതിന് പകരം എനിക്ക് മറ്റാരെയെ കാണാനില്ല. ഞങ്ങൾ അകലെയായിരുന്നു ഞങ്ങളുടെ ബന്ധം, ഞങ്ങളുടെ ജീവിതം അതുപോലെയായിരുന്നു. ഒരു സഹോദരനെ പോലെയല്ല, അപ്പൻ മകനെന്ന പോലെ വളരെ ബന്ധത്തിൽ ജീവിച്ചു. ഞാൻ ഇത്തിരി അതിന് ശാസിച്ചിട്ടുണ്ട്, അത് നന്നാകാൻ വേണ്ടി. അവർ ചില വിഷയങ്ങൾ ചിലപ്പോൾ കാണിക്കുമ്പോൾ വളരെ സ്നേഹത്തോട് വന്ന ശേഷം അടുത്ത സെക്കൻഡിൽ തിരിച്ച് വരും. ദൈവത്തിന് സ്തോത്രം. ആ സാധന
തനിക്കൊരു എണ്ണയായിട്ട് മാറി. തൻ്റെ ജീവിതത്തിൽ പിരിയാത്തൊരു ബന്ധമായിട്ട് സണ്ണി പാസ്റ്ററും സാവുട്ടി പാസ്റ്ററുമായിട്ട് മാറി. അതുപോലെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അങ്ങനെ തന്നെ പറയാനുണ്ട്. ഒരാൾ മാത്രമല്ല ഈ മക്കളെ, എല്ലാവരും പറയും ദൈവത്തിന് സ്തോത്രം, പിരിയാത്തൊരു ബന്ധം. അങ്ങനെ വേണം ശുശ്രൂഷ ചെയ്ത് അവസാനിക്കാൻ ഞാൻ പറയുന്നത്. ഞാൻ സാധാരണ ചില പറയാറുണ്ട് ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവമക്കളെ അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീർക്കാൻ പാടില്ല. ഇസ്രായേൽ മക്കള് മരുഭൂമി കൂടെ യാത്ര ചെയ്തു. എത്ര സംവത്സരമാണ്? 40. ശുശ്രൂഷയിൽ തുടങ്ങൽ ഒരു ചുരുക്കമായിട്ട് ഒരു 40 വർഷമെങ്കിലും ചെയ്യാതെ മരിക്കരുത് എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ ദൈവത്തിന് സ്തോത്രം. ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ മക്കളെ ഓടി തികയ്ക്കേണ്ടതായിരിക്കുന്ന അനുഭവമാണ്. തികവോടെ ചെയ്യണം, പ്രവൃത്തിയോടെ നല്ല പൂർണ്ണതയോടെ ചെയ്യേണ്ടതായിരിക്കുന്ന അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മക്കളെ വിശ്വസ്തയോടെ. എന്നാൽ ഞാൻ ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യം ഞാൻ ഓർക്കുകയാണ്. ഞാൻ കോട്ടയത്ത് കർത്താവ് വേല ചെയ്യുമ്പോൾ അവിടെ ഒരു യൗവനക്കാരൻ ചിങ്ങമനത്തിന് കർത്താവ് വേല ചെയ്ത ഒരു സഹോദരനാണ്. പാവപ്പെട്ട സഹോദരൻ, നല്ല നിഷ്കളങ്കരായ മനുഷ്യൻ, നല്ല പഠിച്ചൊരു ചെറുപ്പക്കാരൻ. താൻ ശുശ്രൂഷയ്ക്ക് പോയിട്ട് അടയാറിൽ അന്ന് ട്രെയിനിങ് ആണ്. അവിടെ പോയിട്ട് 3 മാസം മാത്രമേ കർത്താവ് വേല ചെയ്തുള്ളൂ. 3 മാസമേ ചെയ്തുള്ളൂ. പക്ഷേ ആ 3 മാസം തികഞ്ഞപ്പോൾ താൻ ദൈവസ്ഥനിൽ ചേർക്കപ്പെട്ടു. അടക്കത്തിന് വേണ്ടി ലാസറപ്പച്ചൻ പറഞ്ഞു, ജോസഫ് കുട്ടി ഇവിടെ പോകണം എന്ന് പറഞ്ഞു. ഞാൻ പോയി. ദൈവത്തിന് സ്തോത്രം. അവിടെ വീട്ടുകാരുടെ അവിടെ പോയി ലാസറപ്പച്ചന് ഓടി അവിടെ എത്തി. ദൈവമക്കളെ സാക്ഷി എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ ക്യൂ നിൽക്കുകയാണ്. ജനങ്ങളും നിൽക്കുകയാണ്, ശുശ്രൂഷകരും വിശ്വാസം നിൽക്കുകയാണ്. എന്താ 3 മാസമായി വേല ചെയ്തവന് എന്താ സാക്ഷി? ദൈവത്തിന് സ്തോത്രം. തൻ്റെതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആ 3 മാസം കൊണ്ട് ഓടി ചാടി പ്രവർത്തിച്ച് അധ്വാനിച്ച് പാടുപെട്ട് കഷ്ടപ്പെട്ട് ശുശ്രൂഷ ചെയ്ത് എല്ലാം വളരെ തീർച്ചയോടെ ചെയ്തു. തന്റെ പ്രാർത്ഥന സമയം കിട്ടുമ്പോൾ ദൈവമക്കളെ ജോലികളെല്ലാം കഴിഞ്ഞ ശേഷം പോയി എവിടെങ്കിലും മൂല പോയിരുന്ന് പ്രാർത്ഥിക്കും. 3 മാസമാണ് എവിടെങ്കിലും പോയി ഉറങ്ങുകയല്ലായിരുന്നു. അങ്ങനെ തിരിച്ചൊരു പ്രവർത്തിച്ചു. ഞാൻ അന്ന് ട്രെയിനിങ് ആയിട്ട് അവിടെ 300ഓളം ശുശ്രൂഷകളുണ്ടായിരുന്നു. ഞാൻ അവിടെ എല്ലാവരും മീറ്റിങ്ങിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പ്രിയ സഹോദരിമാരെ, നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും എൻ്റെ 2 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങളെ എവിടെയെങ്കിലും അയക്കും, അവിടെ പോയി ഞാൻ കർത്താൻ വേല ചെയ്യും, ഞാൻ ചെയ്യും, നീ മൂപ്പനാകും, പിന്നെ പാസ്റ്ററാകും, പിന്നെ സെൻട്രൽ പാസ്റ്ററാകും, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പാസ്റ്ററാകും. ഞാനൊക്കെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കാം. അല്ലെങ്കിൽ സെൻട്രൽ മദറാകും, അല്ലെങ്കിൽ അസിസ്റ്റന്റ് മദറാകും, ഇതൊക്കെ ചിന്തിച്ചിരിക്കാം. ഈ മരണം വിളിച്ചറിയിക്കുന്നു, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മരണമാണ്. അതുകൊണ്ട് തീക്ഷണയോടെ എരിവോടെ പ്രവർത്തിക്കണം, ശക്തിയോടെ പ്രവർത്തിക്കണം, അവരോടെ പ്രവർത്തിക്കണം, അഭിഷേകത്തോടെ പ്രവർത്തിക്കണം, ഉദാസനയോടെ പ്രവർത്തിക്കരുത്. ദൈവമക്കളെ ശക്തിയോടെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കണം. ഇത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ശുശ്രൂഷകരും ജനങ്ങളെല്ലാം ആത്മാവിലങ്ങ് നിറഞ്ഞു. ദൈവത്തിന് ശാസ്ത്രപരിചയം അറിയാമോ? പിന്നെ അങ്ങ് എല്ലാവരും ആത്മാവിലങ്ങ് നിറച്ചു ബോഡിയോടെ കിടക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രത്യാശയുടെ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഒരു ശക്തി ഉണ്ടായി. ഏത് സമയത്തും ദൈവമക്കളെ കർത്താവിന്റെ വരവ് നമ്മുടെ മരണമാകാം. ഇന്നലെ കഴിഞ്ഞ ദൈവസന്നിധിയിൽ ദൈവമക്കൾ അടുത്ത രാത്രിയിൽ ദൈവസന്നിധിയിലേക്ക് ചേർത്തെങ്കിൽ എന്റെയും നിങ്ങളുടെയും മരണമായിരിക്കാം. അടുത്ത സെക്കൻഡിൽ നമുക്ക് പ്രത്യാശയോടെ ഒരുങ്ങി കാത്തിരിക്കാം. പ്രത്യേകിച്ച് ശുശ്രൂഷക്കാരെ പറയട്ടെ, ഉദാസീനോട് കർത്താവ് വേല ചെയ്യരുത്. ഗോതമ്പണി നിലച്ചു വിളിച്ചാകുന്നതിലേക്ക് തനിയായിരിക്കും. ചത്തുവെങ്കിലോ വളരെ ഫലം ഉണ്ടാകും. വളരെ ഫലം ഉണ്ടാകുന്ന നിലയിലുള്ള ശുശ്രൂഷ ചെയ്യണം. മറ്റുള്ളവരെ ജീവൻ പ്രാപിക്കത്തക്ക ശുശ്രൂഷ ചെയ്യണം. മറ്റുള്ളവരെ ഒരുക്കത്തക്ക ശുശ്രൂഷ ചെയ്യണം. മറ്റുള്ളവരെ തികവിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ശുശ്രൂഷ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. രഹസ്യ പ്രാർത്ഥന ഉണ്ടായിരിക്കണം, പ്രാർത്ഥന അനുഭവം ഉണ്ടായിരിക്കണം, തിരുവചനങ്ങൾ വായിക്കുന്ന അനുഭവം ഉണ്ടാകണം. ദൈവമക്കളെ തനിപ്പെട്ടിരുന്ന് ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് കർത്താവിന്റെ അടുക്കുന്ന അനുഭവം ഉണ്ടാകണം. ഒരിക്കലും റെസ്റ്റ് എടുത്ത് ഉറങ്ങാൻ പോകരുത്. ദൈവത്തിന് സ്തോത്രം. കഴിവെടുത്തോളം ദൈവമക്കളെ ഓടി അധ്വാനിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇതിനിടയ്ക്ക് ശാരീരികമായിട്ട് അല്പം ക്ഷീണം എനിക്കുണ്ട്. എങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് പാസ്റ്റർ എന്ത് പറയുന്നു അത് ചെയ്യാൻ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം കൂടെ ഒരു മീറ്റിങ്ങിന് പോണായിരുന്നു. അവിടെ പോയി അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മീറ്റിങ്ങും തിരുവത്താഴം ഒക്കെ ആയിരുന്നു. ഒരു ദിവസം 2 മീറ്റിംഗ് 2 തിരുവത്താഴമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് ഞാൻ ഒത്തിരി ക്ഷീണമായിട്ട് ഇരിക്കുമ്പോഴാണ് രാത്രിയിൽ ഇവിടുത്തെ പാസ്റ്റർ വിളിച്ചു. സാമുട്ട് പാസ്റ്റർ പോയി. എവിടെ പോയി? സിയോനിലേക്ക്. ചില പറയും ഇന്നാള് മരിച്ചു പോയെന്ന് പറയും. എവിടെ പോകണം? എവിടെ മരിച്ചു പോയത്? എവിടെ? ആ മരിച്ചു പോകുന്നതിനെ കുറിച്ചൊരു നിശ്ചയം നമുക്ക് വേണം. ദൈവമക്കളെ, പ്രത്യാശയോടെ ജീവിക്കുന്ന അനുഭവമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഗോതമ്പ് മണി നീ പറയും മണിയറയിൽ ചേർക്കും. മത്തായി സുവിശേഷം 3:12 അല്ലേ? ഗോതമ്പ് മണി മണിയറയിൽ ചേർക്കും.
വീശുമുറം അവന്റെ കയ്യിലുണ്ട്. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി പിന്നെ ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും. 13:12 കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കള പറിച്ചുകൂട്ടി ചുട്ടു കളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടുവാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു. എന്റെ കളപ്പുരയിൽ, നമ്മുടെ കളപ്പുരയിലല്ല, ദൈവത്തിന്റെ കളപ്പുരയിൽ. ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടട്ടെ, എന്റെ കളപ്പുരയിൽ. ഗോതമ്പണി പോലെ നെറ്റിവിടെ മരിച്ച ദൈവമക്കളെ കളപ്പുരയിലേക്ക് ചെയ്തു, അവിടേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ദൈവസന്നിധിയിലേക്ക് ചേരണം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് മരിക്കുമ്പോൾ നമുക്ക് നല്ല സാക്ഷികളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കാൻ കഴിയട്ടെ. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം ഒരു മഹത്വ സിംഹാസനം ഒരുക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 10:28 വായിക്കുന്നു, സിംഹാസനം മഹത്വ സിംഹാസനമാണ്. ആ മഹത്വ സിംഹാസനത്തിൽ നമ്മുടെ പ്രിയരിയ്ക്കുന്നു. ആ സിംഹാസനത്തിൽ ദൈവമക്കളെ അവരോട് കൂടെ ഇരിപ്പാൻ നാം ഒരുങ്ങണം. വായിച്ചാട്ട് യേശുവോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ, ദൈവത്തെ അനുഗമിക്കുന്ന ദൈവമക്കൾ, ശുശ്രൂഷകര്, ദൈവത്തെ അനുഗമിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന് ഇഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ട് അവനെ അനുഗമിക്കുന്ന ദൈവമക്കളെ, അവന്റെ പാതയിൽ കൂടെ മാത്രം ജീവിക്കുന്ന ദൈവമക്കളെ, അവന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ട് കർത്താവിനെ മാത്രം അനുഗമിക്കുന്ന ദൈവമക്കളെ, പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. നമുക്ക് വേണ്ടി ഈ ഒരു മഹത്വ സിംഹാസനം ഒരുക്കുന്നുണ്ട് ദൈവമക്കളെ. സക്കറിയാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു, ദൈവം ബഹുമാന ഭൂഷണം ധരിച്ച് അവൻ ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ബഹുമാനഭൂഷണം ധരിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സിംഹാസനത്തിൽ ഇരുന്ന് വാഴുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, അവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവനെ ഇഷ്ടം ചെയ്തുകൊണ്ട് കർത്താവിന്റെ വഴികളിൽ കൂടെ ജീവിക്കുന്ന ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഈ മക്കളെ ശുശ്രൂഷകരോട് പറയുന്നു, നിങ്ങൾ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിരിക്കും. ഏത് സിംഹാസനത്തിൽ? ബഹുമാനം പ്രാപിച്ച് ദൈവം എന്നോടുകൂടി ഇരിക്കും. ബഹുമാനം പ്രാപിക്കണം. ദൈവത്തിന്റെ ബഹുമാനം ലഭിക്കണം. ഭൂമിയിൽ നമുക്ക് ബഹുമാനം വേണം, സ്വർഗത്തിൽ നമുക്ക് ബഹുമാനം നമുക്ക് ധരിക്കണം. ബഹുമാനിക്കാൻ കാണും എന്താണ്? വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠതയാണോ, അല്ലെങ്കിൽ ഗുണശ്രേഷ്ഠതയാണോ, അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ അനുഭവമാണോ, മറ്റെന്തെങ്കിലും കഴിവുണ്ടായിട്ടാണോ? ഒന്നുമല്ല ദൈവമക്കളെ. ഞങ്ങളുടെ പ്രതിഷ്ഠയും ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ വിശുദ്ധിയുടെ ശ്രേഷ്ഠതയും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഞങ്ങളെ ബഹുമാനിക്കുന്നു. ബഹുമാന ഭൂഷണം ധരിച്ച ദൈവമക്കളെ, സിംഹാസനത്തിരുന്ന ക്രിസ്തുവിനോട് കൂടെ ശുശ്രൂഷരായിരിക്കുന്ന ദൈവമക്കൾ ഞങ്ങൾ അവരോട് കൂടി ഇരിക്കുക. അതാണ് വെളിപ്പാട് പുസ്തകം വായിക്കുന്നത്, ജയിക്കുന്നവൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിരിപ്പാൻ വരം നൽകും. നമുക്ക് ജയിക്കണം. പാപത്തെ ജയിക്കണം, ലോകത്തെ ജയിക്കണം, ലോക ഇമ്പങ്ങളെ വെറുക്കണം. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാ അസുഖജീവിതങ്ങളും വെറുത്ത് കർത്താവിന്റെ മാത്രം പിൻഗമിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം ഏറ്റവും മഹത്വമായിട്ടുള്ള ജീവിതമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ മാർഗം. എന്റെ തീരുമാനവും വിശ്വാസമാണ്. ഇപ്പൊ തന്നെ ഇപ്പോൾ സാമൂട്ടി പാസ്റ്ററെ നമുക്ക് എന്താണ് നോക്കിയാൽ, ബാബുജി പാസ്റ്റർ ശുശ്രൂഷ ചെയ്യാല് 10 ഏക്കർ വസ്തു പിടിച്ചെന്ന് പറയാനുണ്ടോ? നല്ല വീട് വാങ്ങി തന്റെ പേരിലേക്ക് സമ്പാദിച്ചു പറയാനുണ്ടോ? ഒന്നുമില്ല. ദൈവത്തിന്റെ സ്തോത്രം. മൊത്തം സമ്പാദ്യം അവിടെ ചെയ്തു സ്വർഗത്തിലാക്കി കഴിഞ്ഞു. ദൈവമക്കളെ, അതാണ് ശുശ്രൂഷയുടെ ഏറ്റവും മഹത്തായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്. ശുശ്രൂഷയുടെ മഹത്വം എന്ന് പറയുന്നത് എന്താണ്? ദൈവമാനിക്കുന്ന ശുശ്രൂഷയാണ്. ഇവിടെ വായിക്കുന്ന വായിച്ചേ, സക്കറിയ 6:13 വാക്യം വായിച്ചേ. അവൻ ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. ദൈവത്തിന് മഹത്വം. ബഹുമാനം ധരിച്ച് ദൈവമക്കളെ, പിതാവിൽ നിന്ന് ബഹുമാനം ധരിച്ച് പുത്രൻ അവിടെ വാഴുന്നെങ്കിൽ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകരും അതേ ബഹുമാനത്തിൽ യോഗ്യരാണ്. കഷ്ടം സഹിക്കുന്നവർക്ക് ദൈവമക്കളെ നിന്ന് സഹിച്ചുകൊണ്ട്, പരിഹാസങ്ങൾ സഹിച്ചുകൊണ്ട്, വേദന സഹിച്ചുകൊണ്ട്, കഷ്ടം സഹിച്ചുകൊണ്ട്, പ്രതികൂലങ്ങൾ സഹിച്ചുകൊണ്ട്, ദൈവ ഇഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ട് ദൈവമക്കളെ മുൻപോട്ട് പോകുന്നെങ്കിൽ, ദേശത്തിന് സഭയ്ക്കും എല്ലാ ഇടങ്ങളിലും മാതൃക കാഴ്ചവെച്ച് ജീവിക്കുന്നെങ്കിൽ ഏറ്റവും മഹത്തായ ബഹുമാനത്തോടുകൂടെ അവിടെ പ്രവേശിപ്പാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. എന്ത് പറയുന്നത് അറിയാമോ? അതുകൊണ്ടാണ് വായിക്കുന്നത്, വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കും 14:13 വാക്യത്തിൽ വായിക്കുന്നു, അതാൽ ഈ വലിയ നിലയിൽ അധ്വാനിച്ചതായ ശുശ്രൂഷക്കാരോട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു?
സ്വസ്ഥമായിട്ട് വിശ്രാമം കണ്ടെത്താൻ പോവുകയാണ്. പ്രയത്നങ്ങളിൽ വിശ്രമിക്കുന്നു. വായിച്ചാട്ട്. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രയത്നം ചെയ്തെങ്കിൽ വിശ്രാമമുണ്ട്. ഉറങ്ങുന്നവർക്കും ദൈവമക്കളെ, ഇവിടെ റെസ്റ്റ് എടുക്കുന്നവർക്ക് അവിടെ വിശ്രാമമൊന്നുമില്ല. ഒരു വിശ്രാമ സ്ഥലത്തേക്ക് ദൈവമക്കളെ നാം പ്രവേശിക്കാൻ പോവുകയാണ്. ഏതാണ് വിശ്രാമ സ്ഥലം? സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദവിടമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സ്വർഗം ദൈവമക്കൾ നമ്മുടെ വിശ്രാമമാണ്. പുതിയ യെരൂശലേം നമ്മുടെ വിശ്രാമമാണ്. സിയോൻ നമ്മുടെ വിശ്രാമ സ്ഥലമാണ്. അവിടെ ചെന്ന് വിശ്രമിക്കത്തക്ക നിലവിളിക്കുന്ന ഒരു ജീവിതം നമുക്ക് ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. അതിനാണ് നല്ല ഒരു വിശേഷിക്കപ്പെട്ട സ്വഭാവം നമ്മൾക്ക് വേണ്ടത്. തലേ എന്നെ പറ്റി പറഞ്ഞല്ലോ, സാഹസിച്ചാലും അടുത്ത സെക്കൻഡിൽ ഓടി അവിടെ ചെല്ലും. ഞാൻ ആലപ്പുഴ കർത്താൽ വരെ ചെയ്യുമ്പോൾ മറിയമ്മച്ചി അന്ന് അവിടുത്തെ മദറാണ്. ദൈവത്തിന് സ്തോത്രം. അന്നവിടെ വലിയ കഷ്ടമാണ്. ഞായറാഴ്ച കിട്ടിയാൽ 50 രൂപയോ അല്ലെങ്കിൽ 100 രൂപയാണെങ്കിൽ അവിടെ കിട്ടും. വളരെ കഷ്ടമാണ്. അവിടെ ആരാധന ഹാളില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ ദൈവമക്കൾ ശ്രേഷ്ഠരായ നല്ല ദൈവമക്കളാണ്. വലിയ സാമ്പത്തികമുള്ളവരൊന്നുമല്ല. എന്നാൽ അവിടെ വലിയ എമൗണ്ടൊന്നും കിട്ടാനില്ല. ഞാനിങ്ങനെ എന്തോ കാലത്ത് ഞാൻ ഭാരപ്പെട്ടിരുന്നപ്പോൾ അമ്മച്ചി വന്ന് മദർ വന്ന് പറഞ്ഞു, എനിക്ക് ഇന്ന സാധനം എന്തോ വേണമെന്ന് പറഞ്ഞു. ഞാനവരെ ഒത്തിരി സാധിച്ചു. ഒത്തിരി അങ്ങ് സാധുവായിട്ട് പറഞ്ഞു. എൻ്റെ ഈ സ്വഭാവം ഉണ്ട്. എന്താ പറഞ്ഞേ, എന്താ പൈസയില്ല, ഒന്നുമില്ല, ഞാനിങ്ങനെ ഇരിക്കുന്ന അവസ്ഥ കണ്ടിട്ടൊക്കെ അത് ആ വൈരാഗ്യമൊക്കെ ഈ മദറിനോടൊക്കെ തീർത്ത് ഒത്തിരി അങ്ങ് വലിയ വഴിക്ക് പറഞ്ഞു. ഒരു വാക്ക് ഒരു വാക്ക് പറഞ്ഞില്ല. അമ്മ അങ്ങനെ ചെയ്തു. തിരിച്ചങ്ങ് പോയി. ഞാൻ ഹാള് നടുക്കാണ്. ഈ റോഡ് സൈഡിൽ ഞാൻ താമസിക്കുന്നു. പഴയ ഫെയ്ത്തും അത് അങ്ങ് ഹാളിന് അങ്ങറ്റമാണ്. ഞാൻ ഏതോ അത്യാവശ്യത്തിന് വേണ്ടി പിന്നീട് ബെല്ലടിച്ചപ്പോൾ ഈ അമ്മച്ചി തന്നെ വന്നു. ദൈവത്തിന് സ്തോത്രം. ആണെങ്കിൽ കോപമുണ്ടെങ്കിൽ സാക്ഷ്യം ഉണ്ടെങ്കിൽ പറയാം. എടീ അവിടെ വിളിക്കുന്ന അങ്ങനെ വിളിക്കുന്ന അവിടെ പോയി ചെന്ന് നോക്കിയിട്ട് വാ, ഇതാണെങ്കിൽ പറയാം. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ ചെയ്ത് അവിടെ പോയിട്ട് വാ എന്ന് പറയും. അങ്ങനെ അപ്പോൾ ഇത് പറയും, അങ്ങോട്ട് പറഞ്ഞിട്ട് വന്നു പറയും. അപ്പോൾ അമ്മച്ചി ഒന്നും പറഞ്ഞില്ല കേട്ടോ. അമ്മച്ചി ഒന്നും പറഞ്ഞില്ല. അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, എന്താ എന്നെ വിളിച്ചത്? ഞാൻ ഇത്രയെല്ലാം ശ്വാസിച്ചിട്ട് അമ്മച്ചി ഒരു വാക്കിനും പറയാതെ ഞാൻ ബില്ലടിച്ചപ്പോൾ വന്നല്ലോ. ഞാൻ അവിടെ മുമ്പിൽ പൊട്ടിക്കാരനാ. മാറെ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഇത്ര പോഷനായി പോയല്ലോ. ഞാൻ ഇത്രയും വഴക്ക് പറഞ്ഞിട്ട് അമ്മച്ചി ഇതൊന്നും വകവെക്കാതെ അമ്മച്ചി എൻ്റെ അടുക്ക് വന്നല്ലോ. ദൈവമക്കളെ, എന്നാ ആ അമ്മച്ചിയാണ് ദൈവം ഉയർത്തി കൊട്ടാരക്കര സെൻട്രൽ മദറായിട്ട് വെച്ചു. അമ്മച്ചിയുടെ കൂടെ ഞാനും അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് ഫിലിപ്പച്ചൻ്റെ കൂടെ അസിസ്റ്റന്റായിട്ട് ഇവിടെ 6 വർഷം അവിടെ കത്താൻ വേല ചെയ്യാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എത്ര മഹത്വമായിട്ട് അന്ത്യം ദൈവം കൊടുത്തറിയാമോ? അമ്മച്ചിയുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറയുന്നത് കേട്ടാൽ ആശ്ചര്യമാണ്. എത്രയോ ഒരു ദിവസം 7 ദിവസം അമ്മച്ചി പട്ടിണിയായി കഷ്ടപ്പെടുകയായിരുന്നു. 7 ദിവസം അമ്മച്ചിയുടെ കൂടെ ഒരു സഹോദരനുണ്ട്, ഒരു സഹോദരിയുണ്ട്. 7 ദിവസമായിട്ടൊന്നും കിട്ടിയില്ല. അപ്പോഴുണ്ട് കാളവണ്ടിയിൽ കപ്പ കൊണ്ടുവന്നു. അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവേ ഒരു കപ്പയെങ്കിലും അതിന് താഴെ വീഴണേ. ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവമക്കളെ പെട്ടെന്ന് ഒരു കപ്പ ആ വണ്ടിയിൽ നിന്ന് താഴെ വീണു. വണ്ടിക്കാരി കണ്ടില്ലാതെ പോയി. അമ്മച്ചി ഇങ്ങനെ നോക്കിയിട്ട് എല്ലാവരും പോയി, എല്ലാ വണ്ടിയും പോയി കഴിഞ്ഞ ശേഷം ആരെങ്കിലും ഉണ്ടോ നോക്കിയ ശേഷം ഓടി ചാടിയിട്ട് പെട്ടെന്ന് കപ്പ എടുത്തുകൊണ്ട് ചുട്ടിട്ട് അത് 2ആയിട്ട് മുറിച്ച് പകുതി ഉദ്ദേശി കൊടുത്ത് പകുതി കീറി 2ആയിട്ട് അമ്മച്ചി പകുതി കഴിച്ച് പകുതി സക്സസ് കൊടുത്ത് 7 ദിവസം കിട്ടിയ കാര്യമാണ്. ഇങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വേലയാണ് ദൈവമക്കളെ ഈ വേല. ഈ വേല നശിപ്പിക്കാൻ എത്രയോ വ്യക്തികൾ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. ഇത് വേല മഹത്വ വേലയാണ്. ദൈവം സ്ഥാപിച്ച വേല, ദൈവമക്കളെ സ്ഥാപിച്ച വേലയാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ വേലയ്ക്ക് എത്രയും പ്രശ്നങ്ങൾ ഈ ഗുലാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. വേലയ്ക്കെതിരായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം പാസ്റ്റർ എം ഡി അച്ഛന് ഞാൻ അവിടെ ശരിയായിട്ട് മീറ്റിംഗ് എടുത്താൻ പോയപ്പോൾ ഒരു കാര്യം അച്ഛൻ അവിടെ ഒളിപ്പിക്കുണ്ടായി. കുണ്ടൻ നടന്നൊരു സംഭവം. ആരംഭഘട്ടത്തിൽ സാധുക്കളായ ചില അമ്മമാരും ചില അപ്പച്ചന്മാരും ഓപ്പണറി മീറ്റിംഗ് നടത്തിയാണ് പാസ്റ്റർ AC അപ്പച്ചൻ അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് അവിടെ ഒരു ആന ഇങ്ങനെ വരികയാണ്. ആന വരുന്ന സമയത്ത് ആന എന്ത് ചെയ്യുമോ, നാട്ടുകാരെല്ലാം അവിടെ ഇളക്കി ആനക്കാട പറഞ്ഞു, തുമ്പിക്കൈ വീശി അവരെ ഓടിക്കാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. തുമ്പിക്കൈ വീശി ദൈവമക്കളെ ഈ പാവപ്പെട്ട ദൈവമക്കളുടെ ഇടയിലേക്ക് ആന ചാടി വന്നു. എല്ലാം ചാടി ഓടി അപ്പുറത്തൊക്കെ പോയി. ഒരു മാതാവ് അവിടെ നിന്നു. ഒരു പ്രായങ്ങളുടെ വയസ്സമ്മ ആത്മാവിനെ അവിടെ നിറഞ്ഞു. അന്യമായി സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. ആനയോട് പറഞ്ഞു, അവിടെ കൊമ്പൂത്താൻ പറഞ്ഞു. ആ സാധാരണ ആന കുത്തിക്കുന്ന കാലും മടക്കിയാണ് ഇരിക്കുന്നത്. കാരണം നെഞ്ച് തറയിൽ കുത്തിയാൽ ആന ചത്തുപോകും. ഇതിനെങ്ങനെ അറിയാമോ? നെഞ്ച് താഴെ കുത്തിയിട്ട് കാല് 2 അകത്തിയ ശേഷം ആന ഇരുന്നു. ശ്വാസം മുട്ടി ചാവാൻ പോവുകയാണ്. ഇപ്പോൾ ചത്തുപോകും.
ഉടനെ ആനക്കാരനും നാട്ടുകാരെല്ലാം അവിടെ വന്നിട്ട് ഒരു ബഹളം ഉണ്ടാക്കി. ആ അമ്മ എവിടെ, അമ്മ അർത്ഥം പറഞ്ഞ ശേഷം ചെയ്ത് വേറെ അടുത്ത വീട്ടിലേക്ക് പോയി. അമ്മയെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന ശേഷം, ക്ഷമിക്കണം, ഞങ്ങൾ ചെയ്ത് തെറ്റാണ്, പാപമാണ്, ക്ഷമിക്കണം, ഈ ആനയോട് കൽപ്പിച്ച് വാക്ക് പറയണം, പ്രാർത്ഥിക്കാൻ പറയണം. അമ്മയോട് വന്നിട്ട് ആത്മാവ് പറഞ്ഞ് ആന എഴുന്നിട്ട് പോട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ആന കുതിച്ചെഴുന്നിട്ട് പോയി ദൈവമക്കളെ. അതോടുകൂടെ നമ്മുടെ ശല്യം മാറി. ഇന്ന് ആ വേല, കുണ്ട്രവേല, കൊട്ടാരി സെന്ററിന്റെ ഏറ്റവും ബെസ്റ്റ് വേല കുണ്ട്രവേലയാണ്. ഹല്ലേലൂയ. എന്താ കാര്യം? കഷ്ടം സഹിച്ചത് കൊണ്ടാണ്. കഷ്ടതയുടെ വേലയാണ് ദൈവമക്കളെ വേല. അവിടെ നമ്മുടെ വിശുദ്ധന്മാര്, അനേകം വിശ്വാസികള് വീട്ടിലെല്ലാം അപ്പച്ചനും പറയുണ്ടായി. അവിടെ ഒരു ഓപ്പൺ മീറ്റിംഗിൽ പോയ സമയത്ത് അവിടെ വിശുദ്ധന്മാരുടെ കഴുത്തിൽ പാട്ട കെട്ടിയിട്ടിട്ട്, പുറത്തും താഴെ പറയിലും ബാക്കിലും ഓരോ പാട്ട കെട്ടിയിട്ട ശേഷം ഇങ്ങനെ റോഡിൽ കൂടെ അടിച്ചടിച്ച് ഇങ്ങനെ റോഡെ നടത്തി. അടിച്ചവനും അടിപ്പിച്ചവനും എല്ലാം ഈ മാർക്കറ്റിൽ വന്നു. ഈ കൂട്ടായ്മ ഇന്ന് അവിടെ ശ്രേഷ്ഠ വിശ്വാസികളാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, കഷ്ടം സഹിച്ചാൽ, നിന്ന് സഹിച്ചാൽ, പ്രതികൂലങ്ങൾ സഹിക്കുന്നതിൽ പോരാട്ടങ്ങൾ ഉണ്ടെങ്കിൽ ദൈവമക്കൾ നിത്യതയ്ക്ക് വേണ്ടി അവരെ ഒരുക്കുകയാണ്. ആ വേല കുതിച്ചുയരും. വിശ്വസിക്കുന്നവരെ കരകരത്തിൽ ഇത് കഷ്ടങ്ങളുടെ വേലയാണ് ദൈവമക്കളെ. ഇത് അതുകൊണ്ട് പക്ഷിയുടെ വേലയാണ്. ഇന്ന് നമ്മൾ സുഭിക്ഷമാറ്റെല്ലാം ഉണ്ടെങ്കിലും ഞാൻ സർക്കാർ വേലക്കാരോട് പറയാറുണ്ട്, വിശ്വാസിയോട് പറയാറുണ്ട്, ഇന്ന് ചെയ്യണം, നിങ്ങൾ ആ കർഷക പഴയ അനുഭവങ്ങളെ ഓർത്ത് ജീവിക്കണം. ഒട്ടാരിക്ക് അന്വേഷണ സമയത്ത് ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ കൺവെൻഷന് വരുമ്പോൾ കൂവയുടെ ഇല ഉണ്ടല്ലോ, കൂവയുടെ ഇല ഈർക്കഴി കുറ്റിയിട്ട് 2 എണ്ണം ആ പുല്ലിനകത്തിടും. 2 വാട്ടക്കപ്പ, എന്താ വാട്ടുപോലെ പേര് പറയുന്നത്, വലുതായിട്ട് കണ്ടിക്കുന്ന 2 കഷ്ണം കപ്പ കാണും. ഒരു കൈ കൊടുന്ന ചോറ് കാണും, അല്പം മുളക് ഉടച്ചത് കാണും. അതാണ് കറി. വേറെ ഒന്നുമില്ല, ഇറച്ചിയില്ല, മീനുമില്ല, മുട്ടയില്ല, ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അത് കഴിച്ചിട്ട് ദൈവമക്കളെ നമ്മുടെ ആത്മാവിൽ അങ്ങ് നിറയാണ്, അങ്ങ് സന്തോഷിക്കുകയാണ്. അവർ അവിടെ വിട്ട് ഒരിക്കലും വീട്ടിൽ പോകുകയില്ല. ദൈവം 5 കറി വെച്ച് 5 കറിയുടെ ആഹാരം 5 കോഴി കുട്ടിക്ക് ചോറ് കൊടുത്താലും കുറ്റം പറഞ്ഞിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ട് രാത്രി വരുന്ന പുള്ളികളായിപ്പോൾ ദൈവത്തിന് സ്തോത്രം. അന്ന് ഒരൊറ്റ വിശ്വാസി പോലും വീട്ടിൽ പോവുകയില്ല. എല്ലാം വട്ടം വരുന്നു 10 പേര് 20 പേര് കൂടിയിരുന്ന് പന്തലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വേലയുടെ വളർച്ച ഉണ്ടായത്. ദൈവമക്കളെ, വിശ്വാസ വേലക്കാരുടെ കൂടെ ദൈവമക്കളെ ചെയ്യണം, ശുശ്രൂഷയിലും അതുപോലെ ചെയ്യണം. വിശുദ്ധന്മാരുടെ നടത്തിപ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ തന്നെ ചീഫ് പാസ്റ്റർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സന്ധ്യാസമയത്ത് 6 മുതൽ 8 വരെ ഉണ്ടായ സുവിശേഷക്കാരുടെ പ്രാർത്ഥനയോടെ വിശ്വാസികളും വന്ന് പ്രാർത്ഥിക്കണമെന്ന്. എല്ലാവരും ആരെങ്കിലും ഉണ്ടോ? കോഴിക്കോട്ടുകാരുണ്ടെങ്കിൽ കൈവെക്കും. അറിയില്ല. ഒട്ടാരിക്കലി ഡോക്ടർ വരുന്നുണ്ട്, സെൻട്രലിലും വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കാൻ വിശ്വാസികൾ വരുന്നുണ്ട്. ഞാൻ മിക്ക ദിവസം പ്രാർത്ഥന നടത്താറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്നലെയും നടത്തി ദൈവമക്കളെ, വിശ്വാസിയുടെ ദൈവമക്കളെ, ശുശ്രൂഷക്കാരിലേക്ക് അവരെ കൈവക്കില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വേലക്കാരോട് ചേർന്ന് വിശ്വാസികൾ ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ. എന്തിനു വേണ്ടി? കോവിഡ് രോഗം മാറുവാൻ, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ കൺവെൻഷൻ അടക്കപ്പെടുവാൻ, ദേശത്തെ രക്ഷിക്കുവാൻ, ജാതികളെ രക്ഷിക്കുവാൻ, കർത്താവിനെ മാർഗത്തെ അറിയാത്ത ജനങ്ങൾ രക്ഷപ്രാപിക്കുവാൻ, ദൈവമക്കളുടെ അന്ധകാര ശിക്ഷ ജനം വിട്ടുമാറുവാൻ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനാനുഭവം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, യാചിച്ചുകൊണ്ട്, പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവമക്കളെ, ദൈവമാർഗത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന ശുശ്രൂഷകരെ, വിശ്വാസികളെ, അവർക്ക് വേണ്ടി യേശു വേഗം വരാൻ പോകുകയാണ്. അവരോട് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി യേശു വേഗം വരാൻ പോകുകയാണ്. ഈ സാവുണ്ട് പാസ്റ്റർ 50ാമത്തെ വയസ്സിൽ മരിക്കുന്നാലും വിചാരിച്ചു 51ലേക്ക് കയറിയതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇനി എത്ര വർഷം വേല ചെയ്യാം? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കർത്താവിന്റെ ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യണം. നമ്മൾ ഇത്ര വർഷമായി നമ്മൾ പറയാനൊന്നില്ല. ഞാൻ ഇത്ര വർഷമായി കർത്താവിന് വേലയ്ക്ക് വന്നിട്ട് ഇത്ര വർഷമായി വിശ്വാസിയാണ്. ഞാൻ 1ാമത്തെ വിശ്വാസിയാണ് പറയുന്നത്. ഈ അടുത്തേക്ക് ഒരു വിശ്വാസ വീട്ടിൽ ബുക്കടിക്കാൻ തുടങ്ങിയപ്പം അടുത്തുള്ള വീടാണ് 1ാമതായിട്ട് എഴുതേണ്ടത്. ഞാനാണ് 1ാമത്തെ വിശ്വാസി. അതുകൊണ്ട് ഈ ബുക്കിന്റെ എൻ്റെ പേരാണ്. അദ്ദേഹം 2 കിലോമീറ്റർ അകലെ താമസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വീട് പേര് 1ാം എഴുതണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, എടാ, ഇത് 1ാമത്തെ പേര് നിന്റെ സ്വർഗത്തിൽ കാണട്ടെ. ഭൂമിയിൽ ഇപ്പൊ ബുക്കിനകത്ത് നീ പേര് എഴുതി വെച്ചാൽ എന്താ പ്രയോജനം? എന്താ? നീ 1ാമൻ ക്രിസ്തു വായിച്ചിട്ട് 1ാമൻ ദൈവമക്കളെ പത്രോസിനെ 1ാമനാക്കാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? ദൈവത്തിന് സ്തോത്രം. അവൻ കുറ്റം ചെയ്തെങ്കിലും തള്ളി പറഞ്ഞെങ്കിലും അവന്റെ സ്വഭാവത്തെ കർത്താൻ അറിയാം, അവൻ നിഷ്കളങ്കതയെ കർത്താൻ അറിയാം, അവൻ വിശ്വസ്തതയെ കർത്താൻ അറിയാം. ക്രിസ്തുവിനെ സ്നേഹിച്ചതായ പത്രോസിനെ ക്രിസ്തുവിനെ അറിയാം ദൈവമക്കളെ. അതുകൊണ്ടാണ് വീണ്ടും പത്രോസിനെ കൊണ്ടുവന്ന് അവനെ 1ാമനാക്കി മാറ്റി. ദൈവമക്കളെ, 1ാമനാരാണ്? പത്രോസ്. ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ മുമ്പിൽ ഒന്നാകട്ടെ. നമുക്ക് ബോധം നമുക്ക് വേണ്ട. നമുക്ക് താഴ്മയോട് ജീവിക്കാം, അനുസരണത്തോടെ ജീവിക്കാം, വിനയത്തോടെ ജീവിക്കാം, പ്രത്യാശയോടെ ജീവിക്കാം, കൃപയിൽ ജീവിക്കാം, ഭർത്താവിന്റെ ദൈവസ്നേഹത്തെ നിറഞ്ഞ് നമുക്ക് ജീവിക്കാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി യേശു വേഗം വരുന്നു. മാത്രമല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, വിശ്വാസികളെ, ശുശ്രൂഷകരെ, രഹസ്യ പ്രാർത്ഥന മുടക്കരുത്.
ദൈവസന്നിധി ഞരങ്ങി നിലവിളിക്കുന്ന പ്രാർത്ഥന നമുക്ക് വേണം. അവരോടെ കാത്തിരിക്കുന്ന അനുഭവം നമുക്ക് വേണം. എപ്പോഴും യേശു വന്നാൽ പോകാനുള്ള ഒരുക്കത്തോടെ നമുക്ക് കാത്തിരിക്കാം. കർത്താവേ, ആമീൻ കർത്താവേ, വേഗമെന്ന് നമുക്ക് പറയാം. ഗോതമ്പണി പോലെ നിത്യയുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മാർഗത്തെ പിന്തുടരാം. ദൈവമക്കളെ, ഒരു ഗോതമ്പ് മണിയായിട്ട് മാറാം. ആ ഗോതമ്പ് മണി നിശ്ചയമായിട്ട് മണിയറ ചേർക്കാൻ പോകുകയാണ്. ഒരു മണിയറ ഒരുക്കി യേശു വേഗം വരുന്നു. ഏതാണ് മണിയറ? അതാണ് സ്വർഗ്ഗസിയോൻ, പുതിയ യെരൂശലേം. യോഹന്നാൻ 14:2 വാക്യത്തിൽ വായിക്കുന്നു, എന്റെ പിതാവിൽ ഭരവച്ചനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞങ്ങൾ പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് പിന്നെയും വന്ന് നിങ്ങളെ അടുക്കൽ ചേർത്തു. ഒരു മനോഹരമായ സ്ഥലം കർത്താവ് ഒരുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഏത് സമയത്ത് കർത്താവിന്റെ വരവാണ്. സമയം പോയല്ലോ, എന്റെ വാക്ക് നിർത്തട്ടെ. നമ്മുടെ പ്രിയനായിട്ട് അഗാധ്യാംശോട് കാത്തിരിക്കാം ദൈവമക്കളെ. ആമീൻ കർത്താവേ, വേഗമരണമേ നമുക്ക് പറയാം. ഇന്ന് അല്ലെങ്കിൽ നാളെ എന്റെ നിങ്ങളുടെ മരണമായിരിക്കാം, അല്ലെങ്കിൽ കർത്താവ് വരവാകാം. ഒരുക്കത്തോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ വിടുവിച്ചല്ലോ, നമ്മെ ഇതുവരെ കാത്തല്ലോ, ദൈവം നമ്മെ ഇതുവരെ സൂക്ഷിച്ചല്ലോ, ഇതുവരെ കർത്താവ് നമ്മെ പരിപാലിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എത്രയോ ആഴ്ചകൾ മാസങ്ങൾ ആരാധന ഇല്ലാതിരുന്നു, എന്നാൽ അവിടൊക്കെ ദൈവത്തോട് ചേർന്നിരിപ്പാൻ ദൈവമക്കൾക്ക് കൃപ നൽകിയല്ലോ. ശുശ്രൂഷക്കാർ ചേർന്നിരിപ്പാൻ കൃപ നൽകിയല്ലോ. ദൈവമക്കളുടെ പ്രാർത്ഥന ആരാധന ഇല്ലായിരുന്നെങ്കിലും ദൈവമാണ് ബന്ധപ്പെടാതെ ജീവിച്ചതുകൊണ്ടാണ് ദൈവമക്കളെ ഇപ്പോൾ മുഴുവനായിട്ട് കഴിഞ്ഞത്. അവിടെ സന്തോഷം അതാണ്. ഈ സന്തോഷത്തിൽ നമുക്ക് ജീവിക്കാം. അന്ത്യത്തോടെ വിശ്വസ്തയോടെ ജീവിക്കാം. ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം. ആ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി യേശു വേഗം വരാൻ പോകുകയാണ്. അവൻ സ്ഥലമൊരുക്കി കർത്താവ് വേഗത്തിൽ വെളിപ്പെടുമ്പോൾ അത് വലിയ കാണപ്പെടുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.